ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കൂടി സഹായിക്കാം മോളെ. അത് സാരമില്ല, വയ്യാത്ത ആള് റെസ്റ്റ് എടുക്ക. അമ്മ സുഖായിരിക്കുന്നു മോളെ. ഓർമ്മയിരിക്കട്ടെ. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയാലോ. അർജുന്റെ വിവാഹ റിസപ്ഷൻ നല്ലതുപോലെ നടക്കണം. അത്യാവശ്യം നമ്മുടെ ബന്ധുക്കളെയൊക്കെ തന്നെ വിളിച്ചാ മതി. ഒരു നിർബന്ധമുള്ളത്, അന്ന് നിശ്ചയം മുടങ്ങിയപ്പോ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അത്രയും പേരും റിസപ്ഷനും ഇവിടെ ഉണ്ടാവണം. ഒരാള് പോലും മിസ്സാവരുത്. അന്നുണ്ടായ നാണക്കേട് എനിക്ക് ഇതിലൂടെ മാറ്റണം. രാവിലെ അമ്പലത്തിൽ പോയി താലികെട്ട്. അത് ഞാനും അർജുനും അവളും പിന്നെ ജയേട്ടനും അമ്മയും മാത്രം മതി. അതിന് വേറെ ആരും വരണ്ട. വൈകിട്ടത്തെ ഫംഗ്ഷന് മതി എല്ലാവരും. എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ എന്റെ പഴയ സുഹൃത്ത് ദർശനെ കൂടി വിളിക്കണം. ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മാരകമായ വിഷം കൊണ്ടുള്ള കേക്ക് തന്നെ കൊണ്ടുവരാൻ പറയണം. ഇത്തവണ അത് മിസ്സാകില്ല എന്ന് ഉറപ്പും കൊടുക്കാം. വേറെ സംശയങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാവർക്കും പോകാം. നീ എവിടെ പോകുന്നു? വാ. പുറത്തേക്കൊന്ന് പോണായിരുന്നു. ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്. നിന്റെ ആവശ്യങ്ങളൊക്കെ ഇവിടെ വരും. ചോദിക്കാതെയും പറയാതെയും വരാനും പോകാനും നിന്റെ പഴയ ജീവിതമല്ലിപ്പോ. എന്റെ അനുവാദമില്ലാതെ എങ്ങോട്ടും പോവാൻ പറ്റില്ല. എനിക്കൊന്ന് പുറത്തു പോണം. അതിന് നിങ്ങളുടെ അനുവാദം എനിക്കെന്തിനാ? എന്റെ കെട്ടിയവനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോവാൻ അനുവാദവും തന്നിട്ടുണ്ട്. ഭർത്താവ് പറയുന്നത് കേൾക്കും. അനുസരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അനുസരിക്കുകയും ചെയ്യും. അമ്മായി അനുസരിക്കാൻ കുറച്ച് പാടാ. ഇനിയിപ്പൊ നല്ല കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോ അനുസരിച്ചെന്ന് വരും. പക്ഷെ ഇങ്ങനെ എല്ലാത്തിനും ഓർഡർ ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നേരത്തെ മുറിയിൽ കയറി വന്ന് ഒരു സാധനം നിർബന്ധമായിട്ടും വേണോ എന്ന് പറഞ്ഞില്ലായിരുന്നോ? മണിമാലയുടെ കാര്യം തന്നെയാ. 30 ദിവസം തന്നിട്ട് എന്റെ മരണവും കൽപ്പിച്ച് പോയതല്ലേ. ഞാൻ ഈ വീട്ടിനകത്ത് ആ മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടിയിരുന്നാ അത് കിട്ടില്ല. അതിനായിട്ട് പലരെയും കാണേണ്ടിയും വരും, സംസാരിക്കേണ്ടിയും വരും. സമയം അനുവാദമൊന്നും നോക്കാതെ ഇതുപോലെ ചിലപ്പോ പോവേണ്ടിയും വരും. ദേ, മര്യാദയ്ക്കൊക്കെ ആണെങ്കില് ആഗ്രഹിച്ചത് കയ്യിൽ കൊണ്ടു തരും ഞാൻ. ഇനിയിപ്പൊ അതല്ല, വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാനാണ് ഭാവമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല. ദേ, 30 ദിവസമല്ല 30 വർഷമായാലും ഞാൻ മുഖേനയല്ലാതെ നിങ്ങൾക്കത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ കൊള്ളാം.
ആ ദാസേട്ടനോട് ഉണ്ടായിരുന്നോ? ആ ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഈ തോട്ടത്തിൽ പോയപ്പോ ഒരു ക്ഷീണം പോലെ, അങ്ങനെ കുറച്ചേരം കിടക്കാന്ന് വിചാരിച്ചു വന്നതാ. എങ്കിൽ റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ വെറുതെ വന്നേ ഉള്ളൂ. ഏയ് അത് സാരമില്ല, വാ നിങ്ങൾ ഇരിക്കി. വാ. എന്തു പറ്റി ക്ഷീണം വരാൻ? അയ്യോ കുഴപ്പമൊന്നുമില്ല മോളെ, പേടിക്കാനൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോണോ? ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, കഞ്ഞി വെക്കണം. എന്നാ ഞാൻ കഞ്ഞി വെക്കാം. അത് നല്ല കാര്യ. താൻ കഞ്ഞി വെക്ക്, നമുക്കും കുടിക്കാലോ. ദാസേട്ടൻ വാ. ആ ദാസേട്ടാ, എന്തെങ്കിലും വയ്യായിക തോന്നിയ പണിക്കിറങ്ങണ്ട കേട്ടോ. ആ ഞാൻ കൂടി സഹായിക്കാം മോളെ. അത് സാരമില്ല, വയ്യാത്ത ആള് റെസ്റ്റ് എടുക്ക. അമ്മ സുഖായിരിക്കുന്നു മോളെ? അല്ല, അമ്മ മാത്രമേ ഉള്ളൂ മോള് പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. രമേട, എന്താ അച്ഛാ ഇത്? സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ? ഞാൻ പെട്ടെന്ന് ഓർത്തില്ല മോളെ. അല്ല, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. അമ്പലത്തിൽ മണിമാല വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അടുത്ത പൗർണമി ദിവസം തന്നെ അത് അവിടെ കൊണ്ടുവെക്കാം നമുക്ക്. അതാ അച്ഛാ നല്ലത്. നമ്മുടെ കയ്യിലതിരിക്കുന്നത് ഇപ്പൊ സേഫ് അല്ല. ചേച്ചി കൂടി ഇവിടെ ഇപ്പൊ ഉള്ള സ്ഥിതിക്ക് അത് അമ്പലത്തിൽ കൊണ്ടുവയ്ക്കുന്നത് തന്നെ നല്ലത്. അല്ല, തിരുവേനെ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാ എനിക്ക് പഴയ പോലെ അദ്ദേഹത്തെ വിശ്വാസമില്ല. ചിലപ്പോ കൂടെ നിന്ന് ചതിച്ചാലോ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം അച്ഛാ. ആരോടും ഒന്നും പറയാൻ പോണ്ട, എന്തെങ്കിലും വഴി കാണാം. മണിമാല കയ്യിലിരിക്കും തോറും ടെൻഷനാവും. മണിമാല ഉടൻ തന്നെ നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കാം.